കോൺഗ്രസിൽ നേതൃമാറ്റം ഉണ്ടായി. ഇനിയിപ്പോൾ വലിയ അഴിച്ചുപണിയിലേക്കാണ് പോകുന്നത്. ഇത് നല്ലതിനാണോ ചീത്തയ്ക്കാണോ? എന്താവും കോൺഗ്രസിന്റെ അവസ്ഥ ഇങ്ങനെ പോയാൽ? അതിൽ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സ്പാനർ എടുക്കുന്ന അവസ്ഥയിലേക്ക് കോൺഗ്രസ് പോവുകയാണ്. കാരണം കോൺഗ്രസ്സിൽ അഴിച്ച് പണിഞ്ഞ് കുളിപ്പിച്ച് കുഞ്ഞിനെ ഇല്ലാതാക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് തോന്നുന്നത്. കാരണം ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പോൾ കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം 10 വർഷമായി പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികളിലൊക്കെ ജനങ്ങൾ മനം മടുത്തിരിക്കുകയാണ്. സ്വാഭാവികമായിട്ട് UDF-നൊരു വലിയ ചാൻസ് ഉള്ള സമയമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഒരു ക്രിസ്തീയ സമുദായത്തിൽപ്പെട്ട ഒരാളെ KPCC പ്രസിഡന്റ് ആക്കുക വഴി ക്രിസ്തീയ മതത്തിൽ നിന്നുള്ള വോട്ടുകൾ ലഭ്യമാകുമെന്നുള്ള ആരുടെയോ മണ്ടൻ ആശയത്തിൽ നിന്ന് രൂപപ്പെട്ടതാണ് ഈ സണ്ണി ജോസഫിനെ ഇപ്പോൾ KPCC അധ്യക്ഷനാക്കിയത്. ഇന്നലെ വയലാർ രവിയെ കാണാനായിട്ട് സണ്ണി ജോസഫ് ചെന്നപ്പോൾ വയലാർ രവി ഇങ്ങനെ അതിശയപ്പെട്ട് നോക്കുക ഇത് ആരാണെന്നൊക്കെ. നമ്മളൊരു തമാശ രൂപത്തിൽ പറഞ്ഞാൽ പോലും ഒരു അത്ര ഒരു KPCC ഇപ്പോൾ സുധാകരനെ പോലെ കണ്ണൂരിൻ്റെ പാർട്ടി ഗ്രാമങ്ങളിൽ നിന്ന് പിണറായിയെ നേരിട്ട് വന്ന അല്ലെങ്കിൽ പാർട്ടിയെ നേരിട്ട് വന്ന ആർജവും കരുത്തുമുള്ളൊരു നേതാവായിരുന്നു സുധാകരൻ. പക്ഷേ അദ്ദേഹത്തെ ധൃതി വെച്ച് മാറ്റേണ്ട ഒരു ആവശ്യവും ഇല്ലായിരുന്നു എന്നാണ് പൊതുവെ ഇപ്പോൾ കോൺഗ്രസിലെ അണികൾ പോലും ചോദിച്ചു പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പെട്ടെന്നുള്ള മാറ്റം ഏത് തരത്തിലാകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇദ്ദേഹത്തെ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ ചുമതലയേറ്റതേ ഉള്ളൂ, നമുക്ക് പറയാൻ കഴിയില്ല. ഒരുപക്ഷെ അദ്ദേഹം ഒരു വലിയ ആർജവമുള്ള അല്ലെങ്കിൽ വലിയൊരു ശക്തിമാനായിട്ടുള്ള ഒരു നേതാവാണോ എന്ന് നമുക്ക് ഒരു 2-3 മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷമേ പറയാൻ കഴിയൂ. നമുക്കറിയാം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആഭ്യന്തരമന്ത്രിയാക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇയാളെയാണോ ആഭ്യന്തരമന്ത്രിയാക്കുന്നത്, ഇയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം അന്ന് ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ പിടിക്കാൻ ഓർഡർ കൊടുത്തതൊക്കെ പ്രിയൻ ഓർമ്മയില്ലേ? എത്ര ദിവസങ്ങൾ കൊണ്ട് പിടിച്ചെടുക്കുക. ഷൗക്കത്ത് അലി എന്ന് പറയുന്ന ഏറ്റവും ആർജവമുള്ള ഒരു അന്ന് DYSP ആയിരുന്നു എന്നാണ് ഓർമ്മ. അദ്ദേഹത്തെയാണ് ചുമതലപ്പെടുത്തിയത്. ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞാൽ ഹീറോയിക് പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹം ചെന്നു, ഒരു രക്ഷയില്ലല്ലോ, വേഷം മാറിയൊക്കെ ചെല്ലുന്നത്, വേഷം മാറി പാർട്ടി ഗ്രാമത്തിൽ ചെന്ന് തൂക്കിയെടുത്തു പോകും. പക്ഷെ ഇന്നും ആ പോലീസ് ഉദ്യോഗസ്ഥന് കേരളത്തിലേക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല. ഭരണം മാറിയുന്നതിന് മുമ്പ് അദ്ദേഹം സെൻട്രൽ ഡെപ്യൂട്ടേഷനിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു ഇപ്പം ഏതോ സെൻട്രൽ ഏജൻസിയിലേക്ക് പുള്ളിയെ അബ്സർവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു NIA ആണെന്നാണ് തോന്നുന്നത്. NIA-ലേക്ക് അദ്ദേഹത്തെ അബ്സോർവ് ചെയ്തിട്ടുണ്ട്, കോപ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർമനന്റ് ആയിട്ട് ഇപ്പൊ SP ആയെന്നാണ് എന്റെ വിശ്വാസം. അങ്ങനെ ആ മികച്ച ഒരു ഉദ്യോഗസ്ഥരാണ്. നമുക്ക് പറയാൻ കഴിയും ജെയിംസ് ബോണ്ട് ലെവലിലൊക്കെ ഉള്ള ഒരു വളരെ കരുത്തുറ്റ ഒരു ഉദ്യോഗസ്ഥരാണ് ഷൗക്കത്ത് അലി. അദ്ദേഹം ഇപ്പോൾ സെൻട്രലിൽ ഉണ്ട് എന്നാണ് എന്റെ വിശ്വാസം. എന്തായാലും അന്ന് ആ കാണിച്ച ആർജവമാണ് കേരളത്തിലെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന രാഷ്ട്രീയ കൊലപാതകത്തിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് സഹായിച്ചത്. അങ്ങനെ കരുത്തുറ്റ ഒരാൾ തന്നെയായിരുന്നു, ഇപ്പോഴുമാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പക്ഷെ അന്ന് ഈ ചുമതലയേറ്റപ്പോൾ നമ്മൾ പത്രങ്ങൾ പോലും എഴുതിയിരുന്നു ഇത് ആഭ്യന്തരമന്ത്രിയോ എന്ന രീതിയിൽ. പലപ്പോഴും അത്തരത്തിൽ നമുക്കൊരാളെ വിലയിരുത്താൻ കഴിയില്ല. അതുകൊണ്ട് ഈ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കണ്ണൂർ ആ മേഖലകളിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് അദ്ദേഹം ഏത് തരത്തിൽ വരുന്നു എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. പക്ഷേ എന്നിരുന്നാൽ കൂടിയും ഈ പറഞ്ഞതുപോലെ കോൺഗ്രസിൽ അതൃപ്തരുടെ ഒരു കൂടാരമായി മാറുകയാണ്. പക്ഷേ സണ്ണി ജോസഫിന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യം എന്ന് പറയുന്നത് കുറേ യുവനിരയെ KPCC ഭാരവാഹികളായി കിട്ടി. ഇപ്പോൾ നമ്മൾ നോക്കി ഷാഫി പറമ്പിലാണെങ്കിലും PC വിശ്വനാഥ് ആണെങ്കിലും അനിൽകുമാർ ആണെങ്കിലും അവരൊക്കെ തന്നെ വളരെ ആർജവത്തോടെ പാർട്ടിയെ കാണുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് ശക്തമായ ഒരു പിന്തുണ അദ്ദേഹത്തിന് ലഭിക്കും. പിന്നെ അടൂർ പ്രകാശിനെ പോലെ വളരെയധികം ജനങ്ങൾക്ക് പിന്തുണയുള്ള. പക്ഷെ എൻ്റെ ഒരു സംശയം ബിനു ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഒരു ക്രിസ്തീയ പശ്ചാത്തലമുള്ള ഒരാളിനെയാണ് വേണ്ടിയിരുന്നതെങ്കിൽ ഏറ്റവും കരുത്തനായ ബെന്നി ബെഹനാൻ ഉണ്ടായിരുന്നു. ബെന്നി ബെഹനാൻ വളരെ കരുത്തുറ്റ ലീഡറാണ്, വളരെ വലിയ കമാൻഡിംഗ് പവറുള്ള ഓർത്തഡോക്സ് ക്രൗഡ് പുള്ളറും കൂടിയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ലീഡറെ കൊണ്ടുവരാതെ എന്തുകൊണ്ട് സണ്ണി ജോസഫ് ബെന്നി ബെഹനാനെ പോലും, ബെന്നി ബെഹനാൻ അല്ലെങ്കിൽ പോലും നമുക്ക് ആന്റണി ഉണ്ടായിരുന്നു, റോജി ജോൺ ഉണ്ടായിരുന്നു. പക്ഷെ സണ്ണി ജോസഫിനെ എന്തുകൊണ്ട് സെലക്ട് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഒരു വീക്കായ ആള് തന്നെ വേണം, മുഖ്യമന്ത്രി പദം ലക്ഷ്യം വെക്കാത്ത ഒരാൾ വേണമെന്ന ഗൂഢലക്ഷ്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും KC വേണുഗോപാൽ കൊണ്ടുവന്ന കളിച്ച കളിയാണ്. KC വേണുഗോപാൽ കളിച്ചത് തന്നെ ആയിരിക്കും. കാരണം KC വേണുഗോപാലിന് ഇനിയിപ്പോൾ കേന്ദ്രത്തിൽ ഈ KC വേണുഗോപാലിന്റെ കാലഘട്ടത്തിൽ ഒന്നും തന്നെ ഇനി UPA അധികാരത്തിൽ വരില്ല എന്നവർക്കറിയാം. സ്വാഭാവികമായിട്ട് അന്ന് കച്ചകെട്ടിപ്പോയത് പ്രധാനമന്ത്രിയാകുമ്പോൾ ഒരു ആഭ്യന്തരമന്ത്രിയൊക്കെ ആകാമെന്നും പറഞ്ഞാൽ പോയത്, കുഞ്ഞാലി സാഹിബ് ഉൾപ്പെടെ പോയത് അതുകൊണ്ടാണ്. പക്ഷേ അവർക്കെല്ലാം മനസ്സിലായി ഇനിയിപ്പം കുറേ കാലത്തേക്കെങ്കിലും നരേന്ദ്രമോദി തന്നെ ആയിരിക്കും അല്ലെങ്കിൽ NDA സർക്കാർ തന്നെ ആയിരിക്കും അധികാരത്തിൽ വരുന്നതെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു. കാരണം രാഹുൽ ഗാന്ധിയെ കൊണ്ടൊന്നും ഒരു പണിയും നടക്കത്തില്ല, മല്ലികാർജുൻ ഖാർഗെയൊക്കെ ഇവർ പറയുന്നതിനപ്പുറം ഒന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ അവരുടെ അടുക്കളയിൽ രൂപപ്പെടുന്ന സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെ അടുക്കളയിൽ രൂപപ്പെടുന്ന തന്ത്രങ്ങൾക്കപ്പുറം മോദിയോ അമിത്ഷായോ ഒന്നും വെല്ലാൻ ഇവരെ കൊണ്ട് സാധ്യമല്ല. അത് KC വേണുഗോപാലിന് അവിടുത്തെ അടുക്കളയിൽ കയറിയപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. അപ്പം KC വേണുഗോപാൽ ഇനി ലക്ഷ്യം വെക്കുന്നത്
കേരള മുഖ്യമന്ത്രി സ്ഥാനം. അതുകൊണ്ട് എന്താ സുധാകരൻ പറഞ്ഞു ഞാനും നിയമസഭ അടുക്കളയിൽ നിന്ന് പണ്ടേ മനസ്സിലാക്കിയതുകൊണ്ട് തോമസ് മാർച്ച് ഇപ്പോഴത്തേക്ക് ചാടി അന്ന് തിരുതയൊക്കെ ആയിട്ട് പോകുമായിരുന്നല്ലോ. അപ്പൊ തിരുതയൊക്കെ ആയിട്ട് പോയി എന്തെല്ലാം സ്ഥാനങ്ങൾ വാങ്ങിയെടുത്തു, എല്ലാം വാങ്ങിയെടുത്തിട്ട് അവസാനം ഈ 90ാമത്തെ വയസ്സിൽ സീറ്റ് കൊടുത്തില്ലെന്നും പറഞ്ഞാണ് CPM വന്നത്. CPM വന്നപ്പോൾ CPM സാധാരണ ആദ്യം എടുക്കുന്നവരെ എല്ലാം എടുത്ത് തല വെച്ചിട്ട് എടുത്ത് തറയിടുക അത്. പക്ഷേ ഇദ്ദേഹത്തെ വീണ്ടും ഉയർത്തി കൊണ്ടുപോവാണ്. അതായത് യാത്രാപ്പടി വർദ്ധിപ്പിക്കുന്നു, എല്ലാം വർദ്ധിപ്പിക്കുക. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. ഇദ്ദേഹം എന്ത് തന്ത്രമാണ് ഈ നേതൃത്വത്തിൻ്റെ ഇടയിൽ ഇറക്കുന്നതെന്ന് നമുക്ക് അത് എല്ലാവർക്കും ഒരു പഠിക്കേണ്ട ഒരു പാഠം തന്നെയാണ്. കാരണം എല്ലാം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാ പെൻഷനുകളും, അതിൻ്റെ കൂടെ ഇപ്പോൾ യാത്രാപ്പടി ലക്ഷങ്ങൾ. അദ്ദേഹത്തിന് നമുക്ക് സമ്മതിച്ചു ക്യാബിനറ്റ് റാങ്ക് അതാണ്. അപ്പോൾ അത്തരത്തിൽ ഈ പറഞ്ഞതുപോലെ ഇവരുടെ അടുക്കളയിൽ രൂപപ്പെടുന്ന തന്ത്രങ്ങൾക്ക് അത്രമാത്രം ആയുസമുണ്ട്. അപ്പോൾ KC വേണുഗോപാലിനെ സംബന്ധിച്ചിടത്തോളം കെട്ടിയിറങ്ങി വരാം ഈ നിയമസഭ വരുമ്പോഴത്തേക്ക്. അപ്പോൾ മുഖ്യമന്ത്രി ആവാം. വേറെ രാഹുൽ ഗാന്ധിയല്ലേ തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ സോണിയാഗാന്ധിയല്ലേ തീരുമാനിക്കുന്നത്. അവർ അടുക്കളയിൽ ചെന്നിട്ട് പറയുന്നത് എന്നെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറഞ്ഞാൽ പോയി അയക്കുമെന്ന് പറയും. വേറെ ആരും പിന്നെ അത് ചോദ്യം ചെയ്യാനില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിൽ KC വേണുഗോപാൽ കളിക്കുമ്പോൾ ഇവിടെ നിന്നൊരു എതിർപ്പുണ്ടായ സുധാകരനെ പോലൊരു ശക്തനായ കരുത്തനായ നേതാവുണ്ടെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി സുധാകരൻ നിൽക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പണി കിട്ടിയത് VD സതീശനും രമേശ് ചെന്നിത്തല 27ാമത്തെ വയസ്സിൽ മന്ത്രിയായ കാലം തൊട്ട് മനസ്സിൽ സ്വപ്നം കണ്ട് താലോലിക്കുന്ന ഒരു സ്വപ്നമായിരുന്നു ആ മുഖ്യമന്ത്രിയുടെ കസേര ഒരു ദിവസമെങ്കിലും ഇരിക്കണമെന്ന്. എന്തോ അദ്ദേഹത്തിന് ഒരു ദൗർഭാഗ്യം കൊണ്ട് അത് നടക്കുന്നില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ തവണ 2ാം പിണറായി സർക്കാർ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അദ്ദേഹം എല്ലാം സ്വപ്നം കണ്ട് ഞാൻ ഇരുന്നതാണ്. അവസാനം അധികാരവും കിട്ടിയില്ല, കയ്യിരുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനവും പോയി. അവസാനം ഒരു MLA മാത്രമായി ഒതുങ്ങേണ്ട അവസ്ഥയാണ്. അദ്ദേഹവും ഇപ്പോഴും സ്വപ്നം കണ്ടിരിക്കുക. അതുപോലെ ഈ മുല്ലപ്പള്ളി രാമചന്ദ്രനും താല്പര്യമുണ്ടെന്ന് അറിയുന്ന PM സുധീറിന് താല്പര്യമുണ്ട്, താല്പര്യമില്ലാത്ത ആരുമില്ല. ശശി തരൂരിന് താല്പര്യമുണ്ട്. കുഞ്ഞാലിക്കുട്ടി വിചാരിക്കുന്നത് പണ്ട് CH മുഹമ്മദ് പോയൊക്കെ ഇരുന്നതുപോലെ ലീഗിൻ്റെ ഒരു മുഖ്യമന്ത്രിയാകാം എന്നാണ് കുഞ്ഞാലിക്കുട്ടി വിചാരിക്കുന്നത്. അത് നടക്കും. CPM-നോടൊപ്പം ഇടതുപക്ഷത്തോടൊപ്പം നിന്നാൽ അതെ ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനമെങ്കിലും ഒരു അല്ല, CPM മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കും, ഒരു സംശയവും വേണ്ട. മൂന്നാമത്തെ ഭരണം കിട്ടാൻ വേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം വരെ കൊടുക്കും ഇടതുപക്ഷം. എന്നിട്ട് പാർട്ടി നിയന്ത്രിക്കും. മുഖ്യമന്ത്രി സ്ഥാനം മാത്രം, ആഭ്യന്തര വകുപ്പൊന്നും കൊടുക്കില്ല. മുഖ്യമന്ത്രി സ്ഥാനം മാത്രം കൊടുത്ത് തൃപ്തനാക്കി കുഞ്ഞാലിക്കുട്ടിയെ LDF-നൊപ്പം നിർത്തും. അല്ല, അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒരു സംശയം, അതായത് ഈ കഷ്ടിച്ചുള്ള സീറ്റുകളാണ് ലഭിക്കുന്നതെങ്കിൽ, ഇപ്പം അന്ന് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള 72 സീറ്റാണ് UDF-ന് കിട്ടുന്നതെങ്കിൽ UDF-ന് 72 സീറ്റ്, 20 സീറ്റ് ലീഗിൻ്റെ ആയിരിക്കും. 15 മുതൽ 20 വരെ സീറ്റ് ലീഗിൻ്റെ ആയിരിക്കുമല്ലോ. അപ്പോൾ ലീഗ് പറയുന്നത് മറ്റേ ഇവരുടെ അടുത്ത് AICC-യിലും എല്ലാം അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റി പറയുന്നത് ഞങ്ങൾക്ക് മുഖ്യമന്ത്രി ആകാമെങ്കിൽ ഞങ്ങൾ ആവശ്യം ഉന്നയിക്കുന്നു ഒരു മുഖ്യമന്ത്രി സ്ഥാനവും 5 ക്യാബിനറ്റ് മന്ത്രിമാരും 6 പേര് ഞങ്ങൾക്ക് വേണമെന്ന് പറയുന്നത്. അപ്പോൾ UDF സമ്മതിക്കത്തില്ല, അത് പറ്റില്ല, മുഖ്യമന്ത്രി സ്ഥാനം തരാൻ പറ്റത്തില്ല, 5 മന്ത്രിമാർ തരാമെന്ന് പറയും. എങ്കിൽ ഞങ്ങൾ ഇടതുപക്ഷത്തേക്ക് പോകുമെന്ന് പറയും. പിണറായിയായിട്ട് ചർച്ച നടത്തിയ അധികാരത്തിൽ ഇല്ലാതിരിക്കുമല്ലേ. അതായത് 72 സീറ്റ് UDF-ന് ഇരിക്കുക. ഈ 20 പേര് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും BJP ഒരു 1-2 സീറ്റൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അപ്പം സ്വാഭാവികമായിട്ടും ഇടതുപക്ഷത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷം ഒരു വാഗ്ദാനം മുന്നോട്ട് വയ്ക്കുന്നത്, നിങ്ങൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം നമ്മൾ തരാം എന്ന് പറഞ്ഞാൽ പോവാട്ടോ, ഉറപ്പായിട്ടും പോകും. അതാണ് അതിന്റെ ലോജിക്കായിട്ട് പറയാൻ കഴിയും. പക്ഷേ ഈ കോൺഗ്രസിനെ എന്തിനെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ള ചോദ്യം അപ്പോഴും നിൽക്കുക. എന്തിനു വേണ്ടിയിട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താനായിട്ട് ഇങ്ങനെ മുകളിൽ നിന്നുള്ളവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. സുധാകരൻ കൊണ്ടുവന്ന രീതി, സമ്പ്രദായങ്ങൾ, ഇവയെല്ലാം കോൺഗ്രസിന് ശക്തി പകരുന്നതായിരുന്നു. എന്തിനേറെ പറയുന്നു, യൂത്ത് കോൺഗ്രസ് പോലും ഇവിടെ ശക്തി പ്രാപിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് നിസ്സാരക്കാരനായിട്ട് കണക്കാക്കാൻ കഴിയില്ല. കാരണം DYFI ഒക്കെ ഒരു ഞങ്ങളാണ് യുവജനങ്ങൾ, ഞങ്ങളാണ് യുവജന സംഘടന, ഞങ്ങളാണ് യുവ നേതൃത്വം എന്ന് പറഞ്ഞിരുന്നിടത്ത് യൂത്ത് കോൺഗ്രസിന് വലിയൊരു വഴി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് സംഘടിതമായിട്ട് യൂത്ത് കോൺഗ്രസിനെ നയിക്കാനായിട്ട് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് കഴിഞ്ഞു. വലിയ ഒരു നേതൃനിരയെ യൂത്ത് കോൺഗ്രസിന്റെ പേരിൽ കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിൽ നിർത്തി, അതായത് യൂത്ത് കോൺഗ്രസിന്റെ ലേബലിൽ തന്നെ നിർത്തിക്കൊണ്ട് ഒരു വിജയം കൈവരിക്കാൻ കഴിയുന്നു എന്നൊക്കെ പറയുന്നത് നിസ്സാര കാര്യമല്ല. അപ്പോൾ അങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ ബാനറിൽ നിന്നുകൊണ്ട് തന്നെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഉയർന്നു വരാൻ കഴിഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ളവർ യൂത്ത് കോൺഗ്രസിനെ നയിച്ചു. ഇനിയും അത് കഴിയും, യൂത്ത് കോൺഗ്രസിനെയൊക്കെ വലിയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയും. അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഈ നേതൃമാറ്റം എന്നുള്ളതാണ്. ഇത് ഈ 1 വർഷം കൂടി ഇരിക്കുന്ന സമയത്ത് ഇത്രത്തോളം ഈ അണികൾക്കിടയിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലൊരു നേതൃമാറ്റം കൊണ്ടുവന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ വരെ കോൺഗ്രസിന് തിരിച്ചടിയാവും, നിലമ്പൂർ ഇലക്ഷൻ കയ്യിൽ നിന്ന് പോവും.
ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ പ്രശ്നങ്ങൾ കൊണ്ട് കോൺഗ്രസിന്റെ രാഷ്ട്രീയം, അകത്തെ പൊളിറ്റിക്സ് പുറത്തെ പൊളിറ്റിക്സ് ഏറെ സങ്കീർണമാകും. ഇത് നിലയില്ലാ കയത്തിലേക്കാണ് തള്ളിവിടുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.